തലയോലപ്പറമ്പിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഈ മരിച്ച ബിന്ദുവിൻ്റെ സംസ്കാരം ഇന്ന് നടക്കാൻ പോകുന്നു. ഇന്നലെ തന്നെ വളരെ വേദനാജനകമായ അവരുടെ ഈ ബിന്ദുവിൻ്റെ ബന്ധുക്കളുടെ പ്രതികരണം, മകൻ്റെ അടക്കം പ്രതികരണം കേരളത്തിൻ്റെ നെഞ്ച് തകർക്കുന്ന തരത്തിലായിരുന്നു. നിസ്സഹായരായ മനുഷ്യർ, അവർ അതിൻ്റെ ഇരകളായി മാറുന്ന അവസ്ഥ. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? റിജിത്ത്, തലയോലപ്പറമ്പിലെ വീട്ടിൽ സങ്കട കാഴ്ചയാണ്. ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് ഈ വീട് കാണാം. ചുമരൊന്നും തേച്ചിട്ടില്ലാത്തൊരു 2 മുറി വീടാണ്. അവിടെ നിസ്സഹായരായ 3 മനുഷ്യരുണ്ട്. ബിന്ദുവിന്റെ ഭർത്താവ്, അമ്മ, മകൻ, നവരീത് അടക്കം ഉൾപ്പെടെയുള്ളവർ ആ വീട്ടിലുണ്ട്. നമുക്കറിയാം, വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് അവരുടേത്. ഏതാണ്ട് ഒരു 7 ദിവസം മുൻപാണ് മകളുടെ ചികിത്സയ്ക്കായി ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നതും അതിനുശേഷമാണ് ഇന്നലെ ഈ ഒരു ദാരുണമായ അപകടം നടക്കുന്നതും അതിൽ ബിന്ദു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ വീടിന് സമീപത്ത് ഒരു സ്വകാര്യ ആശുപത്രി ഇപ്പോൾ ബിന്ദുവിന്റെ മൃതദേഹം മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. 8 മണിയോട് തന്നെ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ വീടിനോട് ചേർന്നുള്ള ഈ സ്ഥലത്താകും പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ഏതാണ്ട് ഒരു 12 മണിവരെ മൃതദേഹം പൊതുദർശനം വെക്കും. അതിനുശേഷമാകും സംസ്കാര ചടങ്ങ് നടക്കുക. ഏതാണ്ട് ഒരു 3 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഇതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായി നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സ്ഥലത്തെത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ബിന്ദുവിന്റെ വിശ്രുവിന്റെ സഹോദരനാണ്. കുടുംബത്തിന്റെ ഒരു അത്താണിയായിരുന്നു ബിന്ദു. കുടുംബത്തിന്റെ അത്താണിയായിട്ട് 10-15 വർഷമായിട്ട് ഇവിടെ ഒരു 300 രൂപ കൂലിക്ക് കടയിൽ ഉമ്മാങ്കുന്ന് എന്ന് പറയുന്ന തലയോലപ്പുറം ഉമ്മാങ്കുന്ന് എന്ന് പറയുന്നൊരു കടയിൽ ജോലി ചെയ്യാണ്. അത് കൊണ്ടുവരുന്ന ഇത് വെച്ചാണ് കൊച്ചിനെ ഒരു ലെവലെടുക്കാൻ വേണ്ടി അവർ ബാക്കി എല്ലാവരും കൂടെ സഹായിച്ച് BSc നേഴ്സിങ്ങിന് പഠിച്ച് 4.5 വർഷമായി. ഇനി 6 മാസം കോഴ്സ് ഇവിടെ ഉള്ളു. അങ്ങനെ വന്നപ്പോൾ അതിന് പെട്ടെന്നൊരു നടുവേദന വന്ന് ഇത് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം കഴുത്തിന്റെ അവിടെയും പ്രാച്ചുണ്ട്, തൊണ്ടയുടെ ഇവിടെയും ഉണ്ട്. അങ്ങനെ ഇത് ബാക്കിയെല്ലാം ടെസ്റ്റെല്ലാം കഴിഞ്ഞ് അടുത്ത ആഴ്ച ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ച. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് 9 മണിയായപ്പം എൻ്റെ അനിയനും വൈഫും കൂടെ ബ്ലഡ് പരിശോധിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. ഒരാൾ ബ്ലഡ് ബാങ്കിലോട്ടും പോയി, ഒരാൾ കൊച്ചിന് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ടും മേടിച്ചുകൊണ്ട് മേളിലോട്ട് കയറി. അപ്പോൾ കൊച്ചിന് ഈ ഭക്ഷണം കൊടുത്തിട്ട് ഇത് കുളിക്കാനായിട്ട് അവിടെ കയറിയപ്പം അവിടെ 3 പേര് നിന്ന് കുളിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് കുളിച്ച് അതുവരെ ഒരു 15-20 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം അവർ കയറി പെട്ടെന്ന് അവർ കയറുന്ന സമയത്ത് ഇത് സംഭവിക്കുന്നത്. അപ്പൊ സംഭവിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, അവിടെ നിന്ന് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു ആൾ ഇതിനകത്ത് കുളിക്കാനായിട്ട് വന്ന് അവര് അതിനടിക്ക് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവരാരും ചെവിക്കൊണ്ടില്ല. അങ്ങനെ പക്ഷെ അന്നേരം ഇതാരെങ്കിലും ചെയ്താരനെ കിട്ടും. അപ്പൊ ഞാൻ ഇതോണം വീട്ടിൽ നിന്ന് ഞാൻ കോഴികളെയാ താമസിക്കുന്നത്. ഞാൻ ഫോൺ ചെയ്ത് ഇതോണം TV കണ്ടോണ്ട് നിന്നപ്പോൾ ഞാൻ ഇതോണം പറഞ്ഞു, മോനെ ഇതോണം ബിന്ദുവിനെ കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അനിയനെ വിളിച്ചപ്പോൾ അനിയൻ ബാങ്കിൽ നിൽക്കുക, ബ്ലഡ് കൊടുക്കുന്ന അവിടെ നിൽക്കുക. അങ്ങനെ അനിയൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ കാണാനില്ല, 2.5 മണിക്കൂർ കൊണ്ടേ കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ഇന്നലെ ആ ഒരു വിവരം നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കുടുംബത്തിന്റെ സാഹചര്യം ഈ അമ്മയുണ്ട്, അവിടെ ഉണ്ട്. അമ്മയ്ക്ക് ഈ ഭാര്യയുടെ, എൻ്റെ അനിയന്റെ ഭാര്യയുടെ അമ്മയുണ്ട്. അവരിവിടെ സുഖമില്ലാതെ കിടക്കി. അവര് 100 വയസ്സുള്ളതാ. എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് തുണിക്കടയിൽ പോയി കൊണ്ടുവന്ന 200 രൂപ കൂലി കൊണ്ടുവന്നാണ് ഈ കുടുംബം കഴിയുന്നത്. പിന്നെ അനിയൻ കൂലി വേലയ്ക്ക് സിമെന്റിന്റെ പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൈ മൊത്തം എന്തോന്നാണ്ട് ഒരു 10-15 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല. അപ്പം എന്റെ മോനെ ഇനിയിപ്പോ ഇതുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അനിയൻ മാത്രമേ ഉള്ളൂ. ഭർത്താവില്ല, 90-100 വയസ്സുള്ള തള്ളേ ഉള്ളു. അപ്പൊ അവര് ആ കൊച്ചിന് ജോലി കൊടുക്കണം, അതിന്റെ മാന്യമായ രീതിയിൽ അത് ചെയ്യണം. അത്തരമൊരു ആവശ്യമാണ് ബന്ധുക്കളെ അടക്കം ഉന്നയിക്കുന്നത്. കാരണം വലിയൊരു ദുഃഖത്തിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത്. ഇവിടുത്തെ ഇത് ബിന്ദുവിന്റെ എന്റെ സഹോദരന്റെ ഭാര്യയെ ഞങ്ങൾക്കൊരു ദൈവമായിരുന്നവള്. ആരും കൊടുക്കും. ഞങ്ങളെല്ലാം ഓരോ ദുഃഖങ്ങളും പറയുമ്പോ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളെ കൊണ്ടുകൂടെ. ഞങ്ങളുമൊക്കെ അസുഖക്കാരാ. നാട്ടുകാർ പിരിച്ചെങ്കിലും ആര് പിരിച്ചെങ്കിലും അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആ കൊച്ചിന് ഇനി വലിയ ഓപ്പറേഷനാ, ഇതിന്റെ പുറകെയൊക്കെ പോകണം. ഇത് കർമ്മം കഴിഞ്ഞാലുടനെ അതിനെ ആശുപത്രിയിൽ എത്തിക്കണം. സർവ്വതും നോക്കുന്നത് അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. തുണിക്കടയിൽ പോയി അതാ ഭർത്താവിന് വയ്യല്ല, പിന്നെ ഞങ്ങളെയൊക്കെ എന്തെങ്കിലും കൊടുത്താൽ ജീവിതം. ആ തള്ള പോയാൽ ഇനി അവർക്ക് എങ്ങനെ ജീവിക്കുക കൊച്ചുങ്ങളെ? ഒരു വയസ്സായ അമ്മയാ ചെന്ന് നോക്കാം അവിടെ. അതാ ഈ സർക്കാരൊന്നും അനങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ഏത് രീതിയിലെങ്ങ് ഒരിതും ഇല്ല. പിന്നെ എന്തൊരു സർക്കാർ 300 രൂപയുടെ ജോലിയാണ് ചെയ്ത ആ കുടുംബം പുലർത്തുന്നത്.
തുച്ഛമായ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു ബിന്ദു. അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ നഷ്ടപരിഹാരവും അതോടൊപ്പം ബിന്ദുവിന്റെ മകൾ ഒരു ജോലിയുമാണ് ഇവർ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, സർക്കാരിന്റെ ഭാഗത്തും ഇതുവരെ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഈ ഒരു ദിവസം അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നാട്ടുകാർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ആ നിലയിലൊരു സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബിന്ദുവിന്റെ ഒരു തൊഴിലുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. കാരണം വിശ്രുതന് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കുടുംബത്തിന്റെ നെടുംതൂണായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ പോകുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു തകർച്ച അത് സാധാരണ നമുക്ക് വാക്കുകളിൽ പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതല്ല. അത് ഇന്നലെ മുതൽ നമ്മളത് കാണുന്നതാണ്. ആ വേദനയും ബിന്ദുവിൻ്റെ ഭർത്താവ് തന്നെ പറയുകയായിരുന്നു, ഞാനല്ല ഈ കുടുംബം മുഴുവൻ കൊണ്ടുപോയത്, എൻ്റെ ഭാര്യയാണ്, കുട്ടികളെ പഠിപ്പിച്ചതും എല്ലാം അവളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അമ്മയുടെ കരച്ചിലൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. എന്തായാലും സർക്കാർ ഇതിൽ ഒരു ഇടപെടൽ നടത്തണം. കാരണം അവരുടെ കുടുംബം അതിനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് അവിടെ ഇന്നലെ മുതൽ നടത്തുന്നുണ്ട്. ടോബി ജോൺസൺ വീണ്ടും ചേരുന്നുണ്ട്. ടോബി, ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ആദ്യ മണിക്കൂറുകളിൽ ഒരു പക്ഷേ കൃത്യമായി അവിടെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിൻ്റെ ജീവൻ ഒരു പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേനെ. അതൊരു ചെറിയ കാര്യമല്ല. അതുതന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ JCB അവിടെ എത്തിക്കാനുണ്ടായ ആ ഒരു കുറച്ച് സമയത്തിൻ്റെ ഒരു താമസം അവിടെ ഉണ്ടായിരുന്നു. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞു അവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടങ്ങുമ്പോൾ. അപ്പോൾ അവിടെ ഒരു വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. അപ്പോൾ ഇന്നും ആ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിൽ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക? ക്രിസ്റ്റീന, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ ആ JCBകൾ നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്, അല്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ ആ JCBകൾ അകത്തേക്ക് കൊണ്ടുവരാനുണ്ടായ ഒരു കാലതാമസം അത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ ഒരു ദിവസം നമുക്ക് പറഞ്ഞാൻ കൃത്യമായി കണക്കുകൾ നോക്കുകയാണെങ്കിൽ OPയിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്രയും 4 ചുറ്റും കെട്ടിടമുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് വാഹനം കയറാനുള്ള ഒരു സംവിധാനമില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ അവിടെ ഫയർഫോഴ്സിന്റെ വാഹനം വരാനോ മറ്റോ ഒരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാത്ത രീതിയിലാണ് ആ കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഭരണസമിതിയോ സർക്കാരിനെയോ അല്ല, അതിനപ്പുറത്തേക്ക് കാലങ്ങളായിട്ട് നിർമ്മിച്ചു വന്ന ഒരു ബിൽഡിംഗ് സമുച്ചയമാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ രീതിയിൽ ഇപ്പോൾ PWD ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്. ഇവരൊക്കെ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും ഓരോ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ നമുക്കറിയാവുന്നതാണ്. കൃത്യമായിട്ട് ഈ ഫയർഫോഴ്സിൻ്റെ മറ്റുമൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. ആദ്യത്തെ കെട്ടിടം വർഷങ്ങൾ പഴക്കമുള്ള, ഏകദേശം ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു കെട്ടിടത്തിൻ്റെ സൈഡാണ് ഇടിഞ്ഞു വീണത്. അതിനപ്പുറത്തേക്ക് അതിനുശേഷം പണിത കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തൊന്നും ഇതൊന്നും ആരും ചിന്തിച്ചില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം ഒരു വാഹനത്തിന് പോലും കയറി വരാൻ പറ്റത്തില്ലാത്ത സ്ഥലത്തിലേക്ക് ആ കെട്ടിടങ്ങൾ, അവിടെ ഒരു തീപിടുത്തമുണ്ടായാൽ ഫയർഫോഴ്സ് എങ്ങനെ എത്തി തീ അണയ്ക്കുമെന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവമായതുകൊണ്ട് നമുക്ക് അത് വാഹനം കയറ്റിക്കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറയാമെങ്കിൽ പോലും മറ്റൊരു സംഭവമാണെങ്കിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ സാധിക്കുമായിരുന്നു എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അതിന് കാലതാമസമെടുത്തു. ആ വാഹനങ്ങൾ കയറി അകത്ത് വന്ന മണ്ണ് മാറ്റുന്നതിന് ഒരു കാലതാമസമെടുത്തു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതിനുള്ളൊരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളവരും അത് നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ്. എന്നിട്ടും ആ ദുരന്തമുഖത്ത് നിന്ന് മന്ത്രിമാർ അത് ഈ സർക്കാരിന്റെ വീഴ്ചയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന വിമർശനം അതിശക്തമായി വരുന്ന സാഹചര്യം. മന്ത്രിമാരുടെ പ്രതികരണമാണ് ആ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത്. ആ കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടാവില്ല എന്ന തരത്തിൽ മന്ത്രിമാർ നടത്തിയ പ്രതികരണമാണ് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചത് എന്ന തരത്തിൽ വരുന്ന അതിഗുരുതരമായ വിമർശനം. അങ്ങനെ വീഴ്ചയുടെ, സർക്കാർ അനാസ്ഥയുടെ ഗുരുതരമായ കൃത്യവിലോപത്തിന്റെ ഇരയായി ബിന്ദു മാറുകയാണല്ലോ ടോബി. രണ്ട് കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും. ഒന്ന്, ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് അടന്ന് വീഴുന്ന ഈ കെട്ടിടത്തിൽ ആളുകളെ എന്തിന് പ്രവേശിപ്പിച്ചു, അതിനാരാണ് നിർദ്ദേശം നൽകിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കെട്ടിടത്തിൽ ആളുകൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാത്റൂം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ആ ബാത്റൂം, ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ആളുകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടെ യാതൊരു തരത്തിലുള്ള ബാത്റൂം ഉപയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണങ്ങളും ഇല്ലായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും. അവിടെ ആ കെട്ടിടത്തിൽ
രോഗിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരും മറ്റും പറഞ്ഞത്. പക്ഷേ സൂപ്രണ്ട് അടക്കമുള്ളവർ പറയുന്നത് ആ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം നൽകിയിരുന്നു. ഇന്നലെ പ്രിൻസിപ്പൽ പുറത്തിറക്കിയ ഒരു വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് 11, 14 വാർഡുകളിലെ ബാത്റൂമുകൾ, അതായത് താഴത്തെ നിലയിലുള്ള 2 ബാത്റൂമുകൾ ഉപയോഗിക്കുന്നതിന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് ഏറ്റവും താഴത്തെ നിലയിലുള്ള ബാത്റൂമിൽ നിന്നാണ്, അതായത് 14-ാം വാർഡിന്റെ ആ നിലയിൽ നിന്നാണ്. അപ്പോൾ അവിടെയും ആളുകൾ കയറി ബാത്റൂം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ഇങ്ങനൊരു നിർദ്ദേശം, അത് നിയന്ത്രണമുണ്ട് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ നിയന്ത്രിച്ചില്ല ആളുകളെ എന്നുള്ളൊരു ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും തന്നെ ടോബി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കൂട്ടിരിപ്പുകാർ രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ പറഞ്ഞത് അവർ പലരും ആ ശുചിമുറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ 2-3 പേർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ബിന്ദു അവിടെ അത് കാത്തിരിക്കുകയായിരുന്നു, തൻ്റെ ഊഴം കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതൊക്കെ തന്നെ. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ തീർച്ചയായിട്ടും അതിലൊരു കൃത്യമായ അന്വേഷണം, നിയന്ത്രണമുണ്ടെങ്കിൽ, ആ ശുചിമുറി കെട്ടിടം ഉപയോഗശൂന്യമാണെങ്കിൽ അതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവിടെ ദിവസവും ഒരുപാട് പേർ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു? അപ്പം അതിൽ ഒരു പൊരുത്തക്കേടുണ്ട്. അന്വേഷണം കൃത്യമായി തന്നെ നടക്കണം.